ഹലോ ഗെയ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. രാവിലെ 12 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ പൊൻകുന്നത്താണ് നിൽക്കുന്നത്. 8 മണി 7 മണി 7:30 ആകുമ്പോൾ മൂന്നാർ എത്തുന്നതാണ്. ഇതാ ഈ വണ്ടിയിലാണ് പോണത്. പൊൻകുന്നത്ത് പെട്രോൾ അടിക്കാൻ കയറിയതാണ്. സമയം ഇപ്പോൾ 4 മണിയായി. 8 മണിയോടുകൂടി നമ്മൾ മൂന്നാറെത്തും. ഇവിടെ നിന്ന് ആരും ഉറക്കൊഴിച്ചിട്ടില്ല. തിരക്കുള്ള സ്ഥലമാണ്, പക്ഷെ ഇവിടെ ഒന്നും ആരുമില്ല. എത്ര തിരികെ നമ്മൾ എത്രയും പേരുണ്ട്. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. കുരങ്ങന്മാരൊരു ബഹളം. മൂന്നാർ എത്തുന്നതിന് മുന്നേ അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇങ്ങോട്ട് വരണ ഒരു നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ ഏറ്റവും മലയേറെ മണ്ടയിൽ നിന്ന് വെള്ളച്ചാട്ടം വന്ന് ഇവിടെ വന്ന് മൊത്തം ശരിക്കും ആൾക്കാരൊക്കെ കാണാറുണ്ട്. വെള്ളച്ചാട്ടം ഇങ്ങനെ പോണത് വരെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഇതാണ്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അതിന് വെള്ളത്തിന് അവിടെ ഇറങ്ങാനൊന്നും പറ്റൂല. അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. ശരിക്കും ആൾക്കാർ കാണാനായിട്ടൊക്കെ ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ധാരാളം വിനോദസഞ്ചാരികളും ഒരുപാട് ആൾക്കാരും ഒക്കെ കുട്ടികളും ആയിട്ട് ഓണത്തിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. വെളിയിൽ നിന്നുള്ള വെള്ളം വന്ന് താഴെ ഇതിലേക്ക് കൂടെ താഴോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലോട്ട് പോകുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്ന് നമ്മൾ നിൽക്കുകയാണ്. ഇത് നല്ല ശക്തിയായിട്ട് വെള്ളം വന്ന് വീഴുകയാണ്. ഇതിൻ്റെ തുള്ളികൾ വന്ന് വേഗത്തിൽ വന്ന് അടിക്കുന്നുണ്ട്. എന്തോ ഏറ്റവും മലയുടെ മണ്ടയിൽ നിന്ന് വന്ന് വീഴുന്നതാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടി. ഇവിടെ നിന്ന് വന്ന് വീണ വെള്ളം ഇവിടെ നിന്ന് ഒലിച്ച് താഴെ അങ്ങ് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നിന്ന് വരുന്നതും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ട്. ഇവിടുത്തെ സീനറി ഇതാണ് മൂന്നാർ.
എന്നിട്ട് അനങ്ങണത്? നിങ്ങളെ ഓടല്ലേ, ഓടറാ. നമ്മൾ മൂന്നാർ കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നപ്പോഴാണ് ഈ വ്യൂ കാണുന്നത്. ഒരു നല്ല കോട, ഒരുപാട് കോടയും ഇതിനിടയ്ക്ക് ഒരു ഗുഹ പോലെ പാറ, ഇങ്ങനെ പാറയ്ക്കകത്തൂടെ കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലവും കാണുകയാണ്. അപ്പോൾ പോയി നോക്കാം, അതിൻ്റെ അകത്തൂടെ പോയി നോക്കാം. അയ്യോ, വീണോ എടുക്കാൻ പറ്റും. അല്ല ചേട്ടൻ, ആ പാറയുടെ അകത്തൂടെ ചെറിയ സ്പേസിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല ചെളിയും ഒരു സ്മെല്ലും, അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ചങ്ങോട്ട് കയറിയിട്ട് തിരിച്ചിറങ്ങി വന്നു. പിന്നെ കുറച്ച് പേരൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ആ പാറയുടെ അകത്തൂടെ ഒരു വെള്ളം ഇറങ്ങി വരണം. ആ വെള്ളത്തിൻ്റെ കെട്ടിക്കിടന്നാണ് ആ ചെളി ആവണത്. കുറച്ച് പേരൊക്കെ വന്നിട്ട് വന്നും പോവുകയൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല സ്ഥലമാണ്, നല്ല കോടയുണ്ട്. ശരിക്കും കോടയെ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി സ്ഥലമൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ഈ പാറയുടെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു പാസേജ് ഉണ്ട്. അവിടെ നിന്ന് ശരിക്കും കോട ആയതുകൊണ്ട് അവിടെ എന്താണെന്ന് അറിയാൻ വയ്യ. പാറ താഴോട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സൈഡിലോട്ട് കുഴി, എത്രമാത്രം കുഴിയുണ്ടെന്നൊന്നും അറിയാൻ പറ്റൂല. നല്ല കോടയാണ്. ഇന്ന് നമ്മൾ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് കുറച്ച് പാസേജ് ഇറങ്ങി കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകാൻ പറ്റും. ഈ ഓണച്ചൂടിൽ നിന്നൊക്കെ നല്ല റിലാക്സേഷനാണ് ഇവിടെ വരുമ്പോൾ. നല്ല കോടയുണ്ട്. ഇവിടെ കോട കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റും. മേളിൽ നിന്നപ്പം ഇവിടെ ഒന്നും കാണാൻ വയ്യ, നല്ല കോട മൂടിക്കിടന്ന സ്ഥലമാണ്. ഇപ്പം സൂപ്പറായിട്ട് എല്ലാം കാണാൻ പറ്റും. കോടയൊക്കെ മാറി കൃഷിയും വീടുകളും നിറയെ കാടുകളും ഒക്കെ ആയിട്ടൊക്കെ നല്ല സ്പേസാണ്, നല്ല സ്ഥലമാണ്. പകുതി വെയിലും പകുതി തണലും ആയിട്ട് പഴയ കോറി ഭാഗമായിട്ടാണ് കല്ലടിച്ചുകൊണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഭാഗമാണ്. വണ്ടിയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഭാഗമാണെന്ന് തോന്നുന്നു. ഇപ്പം കല്ലടിക്കണ അതൊന്നുമില്ല, മണ്ണ് ഒക്കെ മാറ്റിയേക്കണം. ഇവിടെ സ്പോട്ടൊന്നും അധികം ആരും വന്നിട്ടില്ല. ഇവിടെയൊക്കെ അപൂർവമായിട്ട് ഓരോരുത്തർ കുറച്ച് പേര് ഇറങ്ങി നോക്കി കാണണമെന്നേ ഉള്ളൂ. ആരും ഇറങ്ങാറില്ല. കുറച്ച് ദൂരം അങ്ങ് അകത്തോട്ടൊക്കെ കയറി പോകാൻ പറ്റും. ഇറങ്ങി നമ്മൾ 1 മണിയായപ്പോൾ സൂര്യനെല്ലി തേയിലത്തോട്ടത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കുളുക്കുമല എന്നുള്ള ഒരു സ്ഥലത്താണ് പോകുന്നത്. അവിടെ ട്രെക്കിംഗ് ആണ്, ജീപ്പിലാണ് പോകുന്നത്. ഇവിടെ നിറയെ തേയിലത്തോട്ടമാണ്. പാതി എൻ്റെ ഇല ഇട്ടുള്ള തേയിലത്തോട്ടം, നിറയെ തേയിലത്തോട്ടങ്ങളുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കാനും. നല്ല തണുത്ത അന്തരീക്ഷമാണ്, ചൂടറിയേയില്ല. ഏത് ഉച്ച സമയത്ത് വന്നാലും ഇവിടെ ചൂടിൻ്റെ കാഠിന്യം അറിയുന്നില്ല. ചെറിയ തണുത്ത കാറ്റ് മാത്രമാണ് ഉള്ളത്. നല്ല അന്തരീക്ഷമാണ് ഈ ഭാഗത്തൊക്കെ. അധികം ജനവാസമൊന്നും ഇല്ല, ജനവാസം വളരെ കുറവാണ്, ജനങ്ങളൊക്കെ വളരെ കുറവാണ്. കുറേ സ്ത്രീകൾ പോയി വിറവൊക്കെ എടുത്തുകൊണ്ട് വന്ന് തലയിൽ ചുമന്ന് കൊണ്ടുപോകുന്നതൊക്കെ കാണുന്നുണ്ട്. പടർന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ. ഇവിടെ ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഫ്രഷായ ശേഷം ഇവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്ത ശേഷം ഞങ്ങൾ കുണുക്കുമലയിലോട്ട് പോകുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്കി കുണുക്കുമലയിൽ വെച്ച് കാണാം. ഓക്കെ. അതിസാഹസ്യമായി നമ്മൾ കുണുക്കുമലയിലെ ട്രക്കിൽ യാത്ര ചെയ്യുകയാണ് ഗൈസ്. 3 മണിക്കൂർ ഞങ്ങൾ അവിടെ ചിലവഴിച്ച ശേഷം മാത്രമേ തിരിച്ചു വരുള്ളൂ. പോകുമ്പോൾ അറിയാൻ എങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷയിലും ത്രില്ലിലുമാണ് ഞങ്ങൾ. ഈ യാത്ര വളരെ സുന്ദരമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ വേണ്ടിയിരിക്കും. കഴിച്ചിരിക്കുന്നത് മിച്ചറൊക്കെ വെളി വരും. റെസ്റ്റ് ഒന്നുമില്ല. പോട്ട് നോ റെസ്റ്റ്. വിളിച്ചാ വരാൻ വയ്യ. ഞങ്ങളങ്ങനെ കുണ്ടും കുഴിയൊക്കെ കയറി അവസാനം മലയുടെ മുകളിലെത്തി ഗേസ്. ഓക്സ്ഫോർഡ് എന്നൊരു യാത്ര, ഓഫ് റോഡ് യാത്രയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ പൊന്നോ, അനുഭവിച്ചറിഞ്ഞ്. കുട്ടികളും മുതിർന്നവരും ആയിട്ട് കഴിവതും ഈ യാത്ര വരാതിരിക്കാൻ ശ്രമിക്കുക. എൻ്റെ പൊന്നോ, ഇത് ആദ്യത്തെ അനുഭവമാണ്. ഞാൻ ഇതുവരെ ഇതുപോലത്തെ യാത്രയിൽ പോയിട്ടില്ല. തലയൊക്കെ ഒരുപാട് ഇടിച്ച്. ഇവിടെ നിറയെ മഞ്ഞ്, കുന്ന്, കുഴി, മല എല്ലാം ഉണ്ട്. നിറയെ മഞ്ഞാണ്. ഒരു ഇതാണ് കുഴി. ഇവിടെ മൊത്തം കുഴിയാണ്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. ഇത് രണ്ട് വശവും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടതാണ്. ഏറ്റവും ടോപ്പിൽ ആകാശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതേ ഇങ്ങനെ എത്തിയ ആകാശത്ത് കൈയെത്തി തൊടാം എന്നുള്ള നിലയിലാണ് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. രണ്ട് വശവും പുല്ല് കൊണ്ട് നിറഞ്ഞ് ഒരു ഈ നീളമുള്ള പുല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ മൊത്തം മഞ്ഞാണ്. ആരെയും തമ്മിൽ കാണാൻ പോലും പറ്റാത്ത മഞ്ഞാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൂന്നാറിൽ ട്രക്കിങ്ങിന് വരുന്നത്. കുറച്ച് പേടിയായിട്ട് തോന്നിയെങ്കിലും പക്ഷെ അടിപൊളി വൈബായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് വന്ന് കയറിയപ്പോഴാണ് അതവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് കയറിയപ്പോൾ ചുറ്റും കോടയും നല്ല രസമുണ്ട്. നല്ല തണുപ്പും നല്ലൊരു പ്രത്യേക വൈബ്. അടിപൊളി, നല്ല രസമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളും മുതിർന്നവരും ഈ യാത്രയിൽ കഴിവതും വരാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് വളരെ പ്രയാസമായിരുന്നു. ഞാൻ ഇനി വന്നതേ ഉള്ളൂ. ഒരുപാട് റിസ്ക് എടുത്താണ് ഞാൻ ഇതുവരെ എത്തിയത്. അതെ, അത് ഒരു ആൻറ്റിയുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ നമ്മളെ പ്രായത്തിലുള്ളവർ കുഴപ്പമില്ല. നമ്മളതിനെ കുട്ടികളെ അത്ര കെയർ ചെയ്താണ് കൊണ്ടുവന്നത്. 7 മാസമുള്ള ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് അയ്യോ, എനിക്കൊന്നും പറയാനില്ല. സ്വർഗം കണ്ടെന്ന് പറയാം. ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് വന്നെങ്കിലും അടിപൊളി വ്യൂ ആണ് നമ്മൾ കണ്ടത്. അതെ, ഇത്രയും കഷ്ടപ്പെട്ട് വന്നെങ്കിലും ഒരു രക്ഷയുമില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്നുവെച്ചാൽ ഈ നമ്മള് പൊങ്ങി താന്നാണ് ഇരിക്കണം. സത്യം പറഞ്ഞാൽ കുഞ്ഞിനെയൊക്കെ കൊണ്ട് എങ്ങനെയൊക്കെ വന്നെത്തിന്ന് പറയാം. പക്ഷെ സൂപ്പറായിരുന്നു, നല്ല രസമായിരുന്നു. കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. കുട്ടികൾ നല്ല ഉറക്കമായിരുന്നു. നമുക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബുദ്ധിമുട്ട്. അത്രയും നമ്മളെ ഇന്ന് ഈ ഒരു യാത്ര ഞാൻ ആദ്യം ഇങ്ങനെ നിർബന്ധം, എനിക്ക് ആദ്യം താല്പര്യമില്ലേ. പക്ഷേ ഈ മൂന്നാറിൽ വന്നിട്ട്, ഞാൻ ഇതിനു മുമ്പേ മൂന്നാറിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി ട്രിപ്പായിരുന്നു. ഈ അഡ്വഞ്ചർ ഇതിനകത്ത് ഒന്ന് കയറാതെ പോയിരുന്നെങ്കിൽ നമുക്ക്
ആ ഒരു ഹാപ്പിനെസ്സും ഒന്നും കിട്ടൂലായിരുന്നു. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലം മൊത്തം സൂപ്പറായിപ്പോൾ നല്ല ഒരു ഇതായിരുന്നു. ഒരുപാട് ഡേഞ്ചർ ഏരിയയിൽ കൂടെയൊക്കെ വന്നു. സജീറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറ. ഞാൻ മ്യൂട്ട് അടിക്കേണ്ടി വരും ഇതില്. സജീറിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ചാനലിൽ മ്യൂട്ട് അടിക്കേണ്ടി വരും. ഞാൻ ഒന്ന് എക്സ്പീരിയൻസ് കേട്ട് നോക്കാം. നല്ലൊരു വൈബായിരുന്നു. ഇങ്ങനെയല്ലല്ലോ അമ്മ മറ്റേ പിപ്പിക്ക് അതിരുന്ന് പറഞ്ഞത്. ഇതുവരെ വന്ന യാത്രയൊക്കെ നല്ല യാത്രയായിരുന്നു. നടുകളെല്ലാം അടിപൊളിയായിരുന്നു. വേദനയൊന്നും ഇല്ലാതെ സന്തോഷത്തോടു കൂടി നമ്മൾ കടന്നു വന്നു. മുക്കിയും മൂളിയൊക്കെ വണ്ടിയിലിരിക്കണേട്ടല്ലേ? നടുകളെല്ലാം സെറ്റായി. ആണോ? വി വെരി ഹാപ്പി. ഹാപ്പി. മുക്കിയും മൂളിയൊക്കെയാണ് വന്നത്. മുക്കിയും മൂളിയൊക്കെ രണ്ടെണ്ണം കൂടിയൊക്കെ തൂങ്ങി കിടന്ന് വലിഞ്ഞിടന്നൊക്കെ വന്നില്ലെന്നുണ്ടെങ്കിൽ വളരെയേറെ നഷ്ടമായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു. ഈ യാത്ര ആദ്യമായിട്ട് എന്റെ ഒരു 48 വയസ്സിനകത്ത് ആദ്യമായിട്ടുണ്ടായ ഒരു യാത്ര. അടിപൊളി ഒരു യാത്രയായിരുന്നു. വണ്ടിയിരുന്ന് എല്ലാ ദൈവങ്ങളെയും ദൈവങ്ങളെയൊക്കെ കുറെ വിളിച്ച് ഇവിടെ എത്തി. നമ്മളെ സച്ചിനൊക്കെ ഇരുന്ന് വന്നോണ്ടിരിക്കുമ്പോ സച്ചിനെന്ന് കാണല്ലേ, ഞങ്ങൾക്ക് എന്റെ വടിയിലൊക്കെ സച്ചിൻ കയറി ഇരിക്കുന്നു. സൺലൈറ്റ് എത്ര ദൈവങ്ങളെ വിളിച്ച്. അടുത്തതായി എന്റെ അനിയന്റെ റിവ്യൂലായിട്ട് പോവാം. എന്റെ അനിയന്റെ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാം. എന്താണ് ഇതെന്താണ് ഈ ഒരു ട്രിപ്പിനോട്? നമ്മൾ രണ്ടാമതാണ് ഈ സ്ഥലത്ത് പറഞ്ഞതല്ലേ? രണ്ടാമത് വരുന്നതാണ്. ചെറിയൊരു ഇൻട്രോവേർട്ടാണ്. പയ്യൊക്കെ പറയത്തുള്ളൂ. പറ. ഒന്നും പറയാനില്ല. ചെറിയ ഇൻട്രോവേർട്ടാണ്. ചെറിയ നാണമൊക്കെ ഉണ്ട് ചെറുക്കന്. പറയും. ഒന്നും പറയാനില്ല. താങ്കൾക്കൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. നമ്മളപ്പോൾ ഇവിടുന്ന് എൻ്റെ എൻഡിങ് പോയിന്റിലോട്ട് പോവുകയാണ്. ഒരു സൈഡിൽ നല്ല മഞ്ഞ് കോട ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. ഒരു സൈഡിലോട്ട് ഇതാ വലിയ കൊക്കെ. രണ്ട് സൈഡും കൊക്കെ തന്നെ. ഈ സൈഡ് മഞ്ഞില്ലേ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല തേയിലത്തോട്ടം കാണാമായിരുന്നു. പാസേജൊക്കെ നല്ല വ്യൂ പോയിന്റ്, നല്ല വ്യൂ ഉണ്ട്. മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ തണുത്ത് വിറച്ചിങ്ങനെ നടന്നു പോകാൻ നല്ല Come on guys, hurry up. ഗൈസ് അതിൻ്റെ ഒരു എഡ്ജിങ് പോയിൻ്റ് എല്ലാം കുറച്ചുകൂടി ഉണ്ട്. എന്നാലും ആ മഞ്ഞിൻ്റെ ആ ഒരു കോടയുടെ ആ തീവ്രത കാണിക്കാൻ പറ്റും. നല്ല കാറ്റും അതിൻ്റെ ഇടയിൽ നല്ല കോടയും നല്ല രീതിയിൽ വീശുന്നുണ്ട്. കുറച്ച് ബോയ്സ് അവിടെ വന്ന് അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇവിടെ അല്ലാതെ വരാൻ പറ്റൂ. ഞാൻ വിചാരിച്ചു മറ്റേ ടൂറിസ്റ്റ് പ്ലേസ് തന്നെ. ഗൈസ് ഇതാ ഒരു എഡ്ജല്ല കുറച്ചുകൂടി പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നിന്ന് മറ്റേ അങ്ങോട്ട് നല്ല കോട കാണാൻ പോലും പറ്റില്ല അങ്ങോട്ട്. അപ്പോൾ സ്ലിപ്പായി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. താഴെ അങ്ങ് പോവും. ഇതാണ് ഒരു സൈഡിലെ അവസ്ഥ. ഇവിടുന്ന് ചെറിയ പാസേജ് വന്നു ഇതേ കണക്കിന് അപ്പുറത്തും. പക്ഷെ അപ്പുറത്ത് ആ മഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല തേയിലത്തോട്ടം ഫുൾ വ്യൂ ആയിട്ട് നല്ല ടോപ്പ് വ്യൂവിൽ കാണാമായിരുന്നു. ലൈഫിലെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അവിടെ നിന്ന് ചാർജ് ഓഫായിപ്പോയി, ഫോൺ ഓഫായിപ്പോയി, ചാർജ് നിന്ന് ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇത് പോണ വഴിയിലൊരു വ്യൂ കിട്ടിയപ്പോൾ ഒരു എൻഡിങ് പറയാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാർ ഇറങ്ങിയാണ്. കുളുക്കുമല അവിടേക്കെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അടുത്തൊരു ഫുഡ് അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. നേരെ ത്രൂ ഔട്ട് വീട്.